നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹെഡ്ഗേവാർ പേര് വിവാദം. വനിതാ കൗൺസിലറെ BJP കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ CPM പ്രതിഷേധം. അംഗബലം കൊണ്ട് അക്രമം കാണിച്ചാൽ അതിനെ പ്രതിരോധിക്കാനറിയുന്നവരാണ് മാർക്സിസ്റ്റുകാരെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടാൻ അനുവദിക്കില്ലെന്ന യൂത്ത് ലീഗ്. പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചതിനെതിരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് ധർണ. വർഗീയതയെ താലോലിക്കാനും മതസൗഹാർദ്ദം തകർക്കാനുമുള്ള സംഘപരിവാർ ശ്രമമാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയതെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്. സാമ്പത്തിക ബാധ്യത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ കലാമണ്ഡലം അധികൃതർക്ക് വീഴ്ച. വിരമിച്ച അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക, പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് ഇനിയും പാലിക്കപ്പെട്ടില്ല. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് വൈസ് ചാൻസലറെ കണ്ടു. മെയ് 15-നകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമെന്ന് വൈസ് ചാൻസലർ. വാക്കുപാലിച്ചില്ലെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികളെ വഴിയിൽ തടയുമെന്ന് സമരസമിതിയുടെ മുന്നറിയിപ്പ്. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ 25 ലക്ഷം രൂപ അനുവദിക്കും. തീരുമാനം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനാണ് പരിശ്രമമെന്ന് നഗരസഭാ അധികൃതർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന്. 5-ന് കൊമ്പൻ, എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തും. വിശ്വപ്രസിദ്ധമായ പൂരം മെയ് 6-ന്. ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സസ്പെൻസുകൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. വാർത്തകൾ വിശദമായി. അംഗബലം കൊണ്ട് അനീതിയും അക്രമവും കാണിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്. CPM കൗൺസിലർ സലീന ബീവിയെ BJP കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ CPM നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TK നൌഷാദ്. പൊതുസേവനമോ രാജ്യസേവനമോ നടത്താത്ത ഹെഡ്ഗേവാർ RSSകാരനായി മാത്രം ജീവിച്ചു മരിച്ച വ്യക്തിയാണെന്നും TK നൌഷാദ് പറഞ്ഞു. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS പ്രചാരകൻ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് BJP സ്വന്തം നിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തെ കെട്ടിടത്തിനായിരിക്കണം. ടൗൺഷിപ്പ് വികസനത്തിന്റെ ഭാഗമായി കളിസ്ഥലത്ത് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയാഞ്ഞത് ക്ഷേമ പദ്ധതികൾക്ക് CPM എതിരല്ലാത്തതുകൊണ്ടാണ്. ചർച്ച കൂടാതെ കയ്യാങ്കളിയിലൂടെ കാര്യം നേടാമെന്ന് BJP ധരിക്കരുതെന്ന് നൌഷാദ് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഭിന്നശേഷി സൗഹൃദത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഏതു പരിപാടിക്കും ഇവിടെ പുരോഗമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, നഗരവികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ CPM തയ്യാറാണ് എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി നാൾക്ക് മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുനിസിപ്പൽ ഭരണത്തില് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിലും വികസന കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, കൗൺസിലർ ബഷീർ, ജിഞ്ചു ജോസ്, A കുമാരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീയതയെ താലോലിക്കാനും മതസൗഹാർദ്ദം തകർക്കാനുമുള്ള സംഘപരിവാറിന്റെ ശ്രമമാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയതെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചതിലും ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൻവർ സാദത്ത്. സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ദേശീയ സമരങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ സംഘപരിവാർ രാജ്യത്തിന്റെ ഓരോ അടയാളങ്ങളും സ്വന്തമാക്കാനായി പരിശ്രമിക്കുകയാണിപ്പോൾ. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ കണ്ടത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും ദേശവിരുദ്ധ ശക്തികളെയും പ്രതിരോധിക്കാൻ ലീഗ് മടിച്ചു നിൽക്കില്ല. മുസ്ലിം നാമമുള്ള റോഡുകൾക്കും കോളനികൾക്കും നേരെയും സംഘപരിവാർ വെല്ലുവിളി തുടരുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഭയപ്പെട്ടോടിയ ചരിത്രം ലീഗിനില്ലെന്ന് സമരചരിത്രം വായിച്ച ആർക്കും മനസ്സിലാവും. മസിൽ പവർ കൊണ്ട് എന്തും നേടാമെന്ന് പാലക്കാട് നഗരസഭാ ഭരണസമിതി കരുതേണ്ടെന്നും അൻവർ സാദത്ത് പറഞ്ഞു. ഒരു ഉറുമ്പ് കടിച്ച വേദന പോലും അനുഭവിക്കാത്ത ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പേരാണ് സംഘപരിവാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഈ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ അവർക്ക് പങ്കില്ല. എന്നാൽ ഈ രാജ്യത്തെ വിട്ടുകൊടുത്തവരുടെ കൂട്ടത്തിൽ ആദ്യവും അവസാനവും എഴുതി വെക്കേണ്ടുന്ന പേര് സംഘപരിവാറുകാരന്റെ പേരാണ്. ഞാന് പറയുന്നത് ആ ഒറ്റുകാർക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട്, ആ ഒറ്റുകാരുടെ പിന്മുറക്കാർക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കിയിട്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ വിട്ടുകൊടുത്തവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കി അതിന്റെ ഒരു ഓഫീസ് ഉണ്ടാക്കുമ്പോ ആ ഓഫീസിന്റെ തലപ്പത്ത് എഴുതി വെക്കേണ്ടുന്ന പേരാണ് ഹെഡ്ഗേവാറിന്റെ പേരെന്ന് പറയാൻ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് AM സലീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്, കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, അഷറഫ് പറക്കുന്നം, PP മുഹമ്മദ് കാസിം, KTA ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. മെയ് 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ആദ്യം പൂരം കൊടിയേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലായിരുന്നു. തുടർന്ന് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. ആർപ്പുവിളികളും ആരവങ്ങളുമായി ദേശക്കാർ ചേർന്ന് കൊടിമരമുയർത്തി. അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി തിരുവമ്പാടിക്കാർ വരവേറ്റു. പിന്നാലെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ്. ക്ഷേത്രം ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് കൊടിക്കാലുയർത്തി. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖുവിളിച്ച് പൂരവിളംബരം നടത്തും. 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് സംബന്ധിച്ച വാഗ്ദാനം പാലിക്കുന്നതിൽ കലാമണ്ഡലത്തിന്റെ വീഴ്ച. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ്. കലാമണ്ഡലം സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന കാലതാമസമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് ഒരു മാസം മുമ്പ് കലാമണ്ഡലത്തിന് മുന്നിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സമരം സർക്കാർ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ബ്രോക്കറയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ശമ്പള ആനുകൂല്യങ്ങളും 2007 മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കാമെന്നാണ് ഇവർക്ക് ഉറപ്പ് ലഭിച്ചത്. വിശദമായ സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കലാമണ്ഡലത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും കലാമണ്ഡലത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും കൈക്കൊള്ളാത്തതിനെ തുടർന്നാണ് റിട്ടയർഡ് അധ്യാപകർ ബുധനാഴ്ച രാവിലെ പ്രതിഷേധവുമായി കലാമണ്ഡലത്തിലെത്തിയത്. വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണനെ കണ്ട് ഇവർ പ്രതിഷേധമറിയിച്ചു. അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്ന് റിട്ടയർഡ് അധ്യാപകർ ആവശ്യപ്പെട്ടു. മെയ് 10-ന് ശേഷം നടപടികൾ കൈക്കൊള്ളുമെന്ന് വൈസ് ചാൻസലർ ഇവർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കലാമണ്ഡലത്തിലേക്ക് എത്തുന്ന ഭരണാധികാരികളെ തടഞ്ഞു നിർത്തി സമരം ആരംഭിക്കുമെന്ന് സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം കൃഷ്ണകുമാർ എന്നിവർ വ്യക്തമാക്കി. എന്നാൽ ഇന്നിപ്പോൾ ഏപ്രിൽ 30 ഇവിടുന്ന് ആ ഒരു റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട്, വിശേഷ സ്റ്റേറ്റ്മെൻറ്റ് അയക്കാൻ കലാമണ്ഡലം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഞങ്ങളിൽ 9 പേര് മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി മരണം മറ്റുള്ളവരെ ഗ്രസിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളത് കിട്ടുന്നതിന് വേണ്ടി അതിനൊരു സത്വര നടപടി സർക്കാർ തരാൻ തയ്യാറായിട്ടും ഇവിടുത്തെ അലംഭാവം കൊണ്ട് കിട്ടാത്തൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെ അത് DC കണ്ട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് 15 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി അയച്ചോളാം എന്ന് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിരിയാറുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇടതു സർക്കാരാണ് സിവിൽ സർവീസ് കാലാനുസൃതമായി പരിഷ്കരിച്ചതെന്ന്
അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA. പാലക്കാട് KGOA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. വികസന വിരോധികൾ നാടിന്റെ ശാപമാണെന്നും കെ പ്രേംകുമാർ പറഞ്ഞു. ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് കേരളത്തിലെ ഇടതു സർക്കാർ എന്ന് കെ പ്രേംകുമാർ MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പ്രതിരോധത്തിനിടയിലും ഒരിക്കലും നടക്കില്ലെന്ന് ധരിച്ച ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാരിന് കീഴിൽ തൊഴിൽ മേഖലയും തൊഴിലും ഇല്ലാതാകുമ്പോൾ കേരളത്തിലെ സർവീസ് മേഖല വിപുലീകരിക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത്. ഇടതു സർക്കാരിന് മൂന്നാം ഊഴം ലഭിക്കുമെന്ന ഭീതി വികസന വിരോധികളുടെ ഉറക്കം കെടുത്തിയെന്നും കെ പ്രേംകുമാർ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭീകരതയ്ക്ക് മതമില്ല എന്നുള്ളതാണ്. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പേരായിട്ടുള്ള ഒരു പൊടിവാല 10-15 മിനിറ്റ് സമയത്ത് മാത്രം പരിചയമുള്ള കുതിരസവാരി നടത്തുന്നതിന് തന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വന്ന മനുഷ്യരെ, അവർ കുതിരസവാരി നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നവരെ ഭീകരവാദികൾ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തോക്കെടുത്ത് വെടിവെക്കുന്ന സന്ദർഭത്തിൽ ആ തോക്ക് പിടിച്ചു വാങ്ങുകയും കൂടെയുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരൻ ഭീകരമായി കൊല്ലപ്പെട്ടത് എന്നതുകൂടി നാം ഈ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PB പ്രീതി, TS ആശാദീപ, ഡോക്ടർ ബേബി പോൾ, K മഹേഷ്, S സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് 25 ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായി. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ഭരണസമിതി. MLA ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് സെന്ററിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കാത്തത് ഏറെ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് 8 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കി. മെഷീനുകൾ സജ്ജമാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡയാലിസിസ് സെന്റർ തുറക്കാനുള്ള നടപടികൾ പാതി വഴിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനമായത്. മെഷീനുകളും ജനറേറ്ററും സജ്ജമാണ്. അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്ന്, ഫാബ്രിക്കേഷൻ പ്രവൃത്തികൾ എന്നിവ നടത്താനുണ്ട്. ഇതിനായി നഗരസഭാ ഭരണസമിതി 25 ലക്ഷം രൂപ അനുവദിച്ചതായി വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. താൽക്കാലികമായി HMC ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് ചെലവഴിക്കുകയും അത് നഗരസഭ ഫണ്ട് നൽകുന്ന സമയത്ത് അത് റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 റെഫ്രിജറേറ്ററുകൾ, അതുപോലെ എയർപോർട്ട് ചെയറുകൾ, അതുപോലെ ഈ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ സംഘടനകൾക്കോ വ്യക്തികൾക്കോ സംഭാവന നൽകാനുള്ളൊരു അവസരം കൂടിയാണ്. അത് ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും സംഘടന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാത്ത പക്ഷം അതിൻ്റെ ഫണ്ട് കൂടി HMCയിൽ നിന്നോ അതല്ലെങ്കിൽ നഗരസഭാ ഫണ്ടിൽ നിന്നോ എടുത്ത് അതുകൂടി വാങ്ങിക്കാനും HMC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായി പട്ടാമ്പി നഗരസഭ മുന്നോട്ട് പോകും. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് സൗകര്യമുള്ളത്. തടസ്സങ്ങളെല്ലാം നീക്കി പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുമ്പോൾ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി രോഗികൾക്ക് അത് ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാത്തൂരിൽ ഭവന പദ്ധതി അപേക്ഷകരുടെ തിക്കും തിരക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തലതിരിഞ്ഞ നിർദ്ദേശങ്ങൾ അപേക്ഷകരെ വട്ടം കറക്കുകയാണ്. വയോജനങ്ങളും സ്ത്രീകളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ഭവന പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ളവരുടെ തിക്കും തിരക്കും മൂലമാണ് മാത്തൂരിൽ വയോജനങ്ങളും വീട്ടമ്മമാരും വട്ടം കറങ്ങുന്നത്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ നിർദ്ദേശങ്ങളും അപേക്ഷകർക്ക് തലവേദനയായിട്ടുണ്ട്. പുതിയ ഭവനാപേക്ഷകർ PMAY പദ്ധതിയിൽ അപേക്ഷിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ 2018 മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിന്റെ ലിസ്റ്റിൽ നിന്നും അപേക്ഷകരെ തെരഞ്ഞെടുത്താൽ മതിയെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതു പദ്ധതിയായാലും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായുള്ള പ്രത്യേക ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ്. എന്നാൽ അപേക്ഷകരുടെ തിക്കും തിരക്കും മൂലം ആപ്പ് സ്പീഡ് കുറവായത് യഥാസമയം
അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപേക്ഷകർ സ്വന്തം സ്മാർട്ട് ഫോണിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ആധാറുമായി ബന്ധിപ്പിച്ച ഫോണിൽ അപേക്ഷകന്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് നിലവിൽ താമസിക്കുന്ന വീടിൻ്റെ ഫോട്ടോ സഹിതം പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തി ആപ്പിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ അപേക്ഷകർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വശമുള്ളവർ കുറവാണ്. പലരും മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ഗതികേടിലാണ്. സൈറ്റിൻ്റെ സ്പീഡ് കുറവായതിനാൽ ഒരപേക്ഷ സമർപ്പിക്കാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേടാണിപ്പോൾ. മാത്തൂർ പഞ്ചായത്തിൽ രാവിലെ 9 മണി മുതൽ 50-ൽ പരം അപേക്ഷകരാണ് കാത്തിരിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് അംഗം കെ ഉദയപ്രകാശ് പറഞ്ഞു. പക്ഷേ ഇത് അറിഞ്ഞിട്ട് പല വാർഡിലും ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾ ഇതറിയാതെ പഞ്ചായത്ത് തലത്തിൽ ഇന്നലെ മുതൽ ഫുൾ തിരക്കാണ്. രാവിലെ മുതൽ പഞ്ചായത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ പുതിയ വീടിന് അപേക്ഷിക്കാനും ലൈഫിലുള്ള ആളുകളുടെ PMAY പറയുന്നത് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ 2018 ശേഷം നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ജനറൽ വിഭാഗത്തിന് വീട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈഫിൽ നിന്ന് സർവേ എടുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് വീട് പുതുതായി അപേക്ഷിക്കാനും ലൈഫിൽ ഉണ്ടായിട്ട് കിട്ടാത്ത ആളുകൾ പഞ്ചായത്ത് തലത്തിൽ വന്ന് BOമാരെ വെയിറ്റ് ചെയ്യണം. BOമാരാണെങ്കിൽ 2 BOമാർ 2 വാർഡിൽ സൈറ്റിലാണ് അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർഡുകൾ. ഇവിടെയാണെങ്കിൽ നമ്മുടെ മെമ്പർമാർ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റ് സ്ലോ ആയ കാരണം ഇന്ന് രാവിലെ മുതൽ 9:30 മുതൽ ഒരുപാട് പേര് 50ഓളം പേര് ഈ പഞ്ചായത്തിൽ 9:30 മുതൽ വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര മിനി ശബരിമലയിൽ മെയ് 2-ന് വെള്ളിയാഴ്ച ആദി ശങ്കരാചാര്യ ജയന്തി വിപുലമായി ആഘോഷിക്കും. ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരിപാടികൾ. വേദപാരായണം, സത്സംഗം, പാദപൂജ, നാരായണീയ പാരായണം, അന്നപ്രസാദം എന്നിവയാണ് നടക്കുക. മാനവരാശിയുടെ നന്മയ്ക്കായി അദ്വൈത മതസിദ്ധാന്തം സ്ഥാപിച്ച മഹത് വ്യക്തിയാണ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരെന്ന് വാർത്താസമ്മേളനത്തിൽ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ചൂണ്ടിക്കാട്ടി. ആദി ശങ്കരാചാര്യ ജയന്തി ആഘോഷത്തിൽ പനാവൂർ മനതന്ത്രി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. ആചാര്യൻ അമ്പാടി സതീഷ് അധ്യക്ഷനായിരിക്കും. പഞ്ചദശനാമ ആവാഹകൻ അഖാണ്ഡയുടെ ആദ്യത്തെ ദക്ഷിണ ഭാരത മഹാമണ്ഡലേശ്വരനായ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയെ ചടങ്ങിൽ ആദരിക്കും. അക്കാഡ ഭാരവാഹികൾ അദ്ദേഹത്തിന് പ്രമാണപത്രവും സമർപ്പിക്കും. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി 180ഓളം സന്യാസിമാരും 1000ഓളം ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. ആചാര്യൻ അമ്പാടി സതീഷ്, MB അച്യുതൻകുട്ടി, AC ചന്താമരാക്ഷൻ, സുരേഷ് ചൈതന്യ, മാതാജി വസന്താനന്ദ സരസ്വതി, മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എന്നിവരാണ് ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുക. അമ്പാടി നാരായണീയ ഏകോപന സമിതി ആചാര്യൻ ശ്രീ നാരായണീയ നന്ദനാഥ അവരുടെ നേതൃത്വത്തിലും സന്യാസി പരമ്പരയിൽ വിശ്വശങ്കരപീഠം മഠാധിപതി സാധു കൃഷ്ണാനന്ദ സരസ്വതി അവരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യാഗയജ്ഞങ്ങൾ നടത്തുന്ന യജമാനന്മാരുടെ നേതൃത്വത്തിലും 370-ലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രി മുഖ്യനായ പനാവൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവരുടെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ മുഴുവനും ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നറിയിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നിലകൊള്ളുന്ന മിനി ശബരിമല ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രണാമം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിക്കൊപ്പം MB അച്യുതൻകുട്ടി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗൗരി ക്രിയേഷൻസിന്റെ ദേശീയ സാംസ്കാരികോത്സവം മെയ് 1 മുതൽ 5 വരെ പാലക്കാട് രാപ്പാടിയിൽ നടക്കും. ഇന്ത്യയിലെ പ്രഗത്ഭ നർത്തകരും സംഗീതജ്ഞരും വേദിയിലെത്തുമെന്ന് ഗൗരി ക്രിയേഷൻസ് പ്രസിഡന്റ് ദിനേശ് കൊടുവായൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഭരതനാട്യം, വയലിൻ ഫ്യൂഷൻ, മ്യൂസിക് ഷോ, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും. വൈക്കം വിജയലക്ഷ്മി, ഹൃദ്യ ഹരിദാസ്, നികിത, കലാമണ്ഡലം, ജാൻസി സാനു, വേദമിത്ര, അർപ്പിത, മഞ്ജു വി നായർ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. സാംസ്കാരികോത്സവം മെയ് 1-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ദിനേശ് കൊടുവായൂർ അറിയിച്ചു. രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഭരതനാട്യം പ്രൊഡക്ഷനാണ്, ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് നടത്തുന്നത്.
അങ്ങനെ ഒന്നാം ദിവസത്തെ പരിപാടി അതോടുകൂടി പൂർണ്ണമാണ്. രണ്ടാം ദിവസം മഞ്ജുരി നായർ എന്ന ഭരതനാട്യം നടത്തുകയാണ് രണ്ടാം ദിവസത്തെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ പരിപാടി ഹൈദരാബാദിൽ നിന്നുള്ള ഒഡീസി ഡാൻസ് ഗ്രൂപ്പ് അർപ്പിതാൻ സംഘം അവതരിപ്പിക്കുന്ന ഒഡീസി ഡാൻസാണ് രണ്ടാമത്തെ പരിപാടിയായിട്ട് വരുന്നത്. മൂന്നാം ദിവസം അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ്. അവതരിപ്പിക്കുന്ന KS ചിത്രയുടെ വയലിനിസ്റ്റ് കൂടിയായ വേദമിത്രയും സംഘം അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ് മൂന്നാം ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിയേഷൻസ് അംഗം P. പ്രവീൺ കുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാടിന്റെ സംസ്കൃതിയും പൈതൃകവും പുറം ലോകത്തെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ആനിക്കോട് സന്ദീപനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പ്രഭാഷക ശ്രുതി ശ്യാം. ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സുഹൃത സ്മൃതി പുരസ്കാര സമർപ്പണം മെയ് 3 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നിർവഹിക്കുമെന്നും ശ്രുതി ശ്യാം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റ് ജില്ലകളുടെ പ്രത്യേകതകൾ പരിഗണിച്ച് വിശേഷണങ്ങൾ നൽകിയതുപോലെ പാലക്കാടിന്റെ സംസ്കാരവും പൈതൃകവും പരിഗണിച്ച് പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണം. വൈദ്യം, വിദ്യാഭ്യാസം, ജ്യോത്സ്യം, ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ പാലക്കാടിന് സ്വന്തമാണ്. ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്താനും രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ 2017 മുതൽ സന്ദീപനി സാധനാലയ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന ഉള്ളടക്കത്തിലാണ് പാലക്കാടിന്റെ വിജ്ഞാനകോശം തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾക്ക് പുരസ്കാരം നൽകുന്നത്. ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഗവർണർ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രുതി ശ്യാം പറഞ്ഞു. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തി അവരൊരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പാലക്കാടിന്റെ പൈതൃകത്തെ ഒന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് പൈതൃക ജില്ല എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് 2017 മുതൽ പാലക്കാടിന്റെ ഒരു എൻസൈക്ലോപീഡിയ, ഒരു ആധ്യാത്മിക ചരിത്ര എൻസൈക്ലോപീഡിയ തയ്യാറാക്കുന്നതിന്റെ പാതയിലാണ് നമ്മൾ. അതിന്റെ ഭാഗമായിട്ട് 2019 മുതൽ വിവിധ പാലക്കാടിന്റെ മഹാരഥന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആദരവും പുരസ്കാരവും നൽകി വരുന്നുണ്ട്. പ്രത്യേകിച്ചും 2024 മുതൽ സുഹൃത സ്മൃതി എന്നുള്ള പേരില് പാലക്കാടിന്റെ മണ്ണിനെ തൊട്ടറിഞ്ഞ മൺമറഞ്ഞ മഹാരഥന്മാരുടെ പേരില് അതാത് മേഖലകളിൽ ഇപ്പൊ ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് 11 ഫീൽഡിൽ പുരസ്കാരം നൽകുന്നത്. തന്ത്രി ശ്യാം ചൈതന്യ, മാതൃസമിതി അംഗങ്ങളായ ലതിക രാജേഷ്, മഞ്ജരി ദിവാകരൻ, ഹരീഷ് മഠത്തിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹെഡ് ഗേവാർ പേര് വിവാദം. വനിതാ കൗൺസിലറെ BJP കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ CPM പ്രതിഷേധം. അംഗബലം കൊണ്ട് അക്രമം കാണിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ അറിയുന്നവരാണ് മാർക്സിസ്റ്റുകാരെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ് ഗേവാറിന്റെ പേരിടാൻ അനുവദിക്കില്ലെന്ന യൂത്ത് ലീഗ്. പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചതിനെതിരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് ധർണ. വർഗീയതയെ താലോലിക്കാനും മതസൗഹാർദ്ദം തകർക്കാനുമുള്ള സംഘപരിവാർ ശ്രമമാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയതെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്. സാമ്പത്തിക ബാധ്യത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ കലാമണ്ഡലം അധികൃതർക്ക് വീഴ്ച. വിരമിച്ച അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക, പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് ഇനിയും പാലിക്കപ്പെട്ടില്ല. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് വൈസ് ചാൻസലറെ കണ്ടു. മെയ് 15-നകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമെന്ന് വൈസ് ചാൻസലർ. വാക്ക് പാലിച്ചില്ലെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികളെ വഴിയിൽ തടയുമെന്ന് സമരസമിതിയുടെ മുന്നറിയിപ്പ്. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ 25 ലക്ഷം രൂപ അനുവദിക്കും. തീരുമാനം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനാണ് പരിശ്രമമെന്ന് നഗരസഭാ അധികൃതർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന്. 5-ന് കൊമ്പൻ, എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തും. വിശ്വപ്രസിദ്ധമായ പൂരം മെയ് 6-ന്. ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സസ്പെൻസുകൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.